ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം കേറ്ററ്റ് എക്സാം കഴിഞ്ഞു, അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നു. ഇപ്പൊ റിസൾട്ട് റെക്ടിഫൈഡ് ആൻസർ കീക്ക് വേണ്ടി കുറെ നാളുകളായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഒരുപാട് കുട്ടികൾ കമന്റ് അയക്കേണ്ടായിരുന്നു, ചോദിക്കേണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ഡിലേ ആകുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം കേറ്ററ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ന്യൂസ് കൂടി കേട്ടപ്പോൾ കുട്ടികളുടെ ടെൻഷനും ആദ്യം കൂടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ റെക്ടിഫൈഡ് ആൻസർ കീ വരേണ്ടതാണ്. കാരണം പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഡേറ്റും പരീക്ഷാഭവൻ നമുക്ക് തരുന്നതായിരിക്കും, അല്ലെ? അപ്പൊ അതൊക്കെ കഴിഞ്ഞു നമ്മൾ. അപ്പോൾ നിലവില് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, പരീക്ഷാഭവനാണ് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ആയിരുന്നാലും റെക്ടിഫൈഡ് ആൻസർ കീ ആയിരുന്നാലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് പരീക്ഷാഭവനാണ്, നമുക്കറിയാം. അപ്പോ ഇപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം SSLC അതുപോലെ തന്നെ +2 എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പരീക്ഷാഭവന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളതും അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഏകദേശം ഇതിന്റെ SSLC ആയിരുന്നാലും +2 ആയിരുന്നാലും അതിന്റെ പരീക്ഷകളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യാം, റെക്ടിഫൈഡ് ആൻസർ കീ പ്രതീക്ഷിക്കാം. റെക്ടിഫൈഡ് ആൻസർ കീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഡിലേ വരാതെ തന്നെ റിസൾട്ട് സാധാരണ നിലയിൽ വരാറുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ മുൻ പരീക്ഷകളിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അധികം വൈകാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, റെക്ടിഫൈഡ് ആൻസർ കീ ശേഷം പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാറുണ്ട്. ഓക്കെ, ഇപ്പോ ഏകദേശം നമുക്കറിയാം എല്ലാവരും അവരുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുകൊണ്ടുള്ള ഒരു മാർക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലെ? അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 2019, 2020 അല്ലെ, അതിനുശേഷം കേട്ടിട്ട് നേടാത്ത അധ്യാപകരെ, എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ എന്താണ് അവരെ ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായി കൊണ്ടുള്ള ഒരു ഓർഡർ, കേട്ടിട്ട് നേടാത്ത അധ്യാപകരെ. അതുപോലെ തന്നെ ഇനിയിപ്പോ വരുന്നതിൽ കേട്ടിട്ടില്ലാണ്ട് ഉള്ള ഒരു നിയമനമോ അതേപോലെ തന്നെ സ്ഥാനക്കയറ്റമോ ഒന്നും എന്തില്ല, കേട്ടിട്ട് പാസ്സാകാതെ നടക്കില്ല. അപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു വാർത്തകൾ കണ്ടപ്പോൾ ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതില്ലാതെ നമുക്ക് പറ്റില്ല. ഒരു ടീച്ചർ ജോബ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേട്ടറ്റ് എന്തായിരുന്നാലും നമ്മൾ നേടിയേ പറ്റൂ. ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കേട്ടറ്റ് ഇല്ലാതെ തന്നെ ഇനിയിപ്പോ എന്താണ് ഒരു ഗവൺമെന്റ് സർവീസിലോ ഒക്കെ ഒന്നും പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു PSC എക്സാം അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പോലും കേട്ടറ്റ് വേണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പൊ സർവീസിലുള്ളവർക്ക് തന്നെ പല അവസരങ്ങളും നൽകേണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടും പാസ്സാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പുതിയൊരു ഓർഡർ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക എന്തായിരുന്നാലും നമുക്ക് കേട്ടിട്ട് കൂടിയ തീരാ. ആ ഒരു കാര്യം നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നത്, നന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇനി വരുന്ന ഒരു കേട്ടിട്ടെങ്കിലും അവരെന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പല വീഡിയോകളിലും പറയുന്നത് പോലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നമ്മൾ നേരത്തെ തന്നെ പഠനം തുടങ്ങിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്ന കടന്നെടുക്കാൻ സാധിക്കുള്ളൂ. ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, നമ്മുടെ ഡ്രീമിലേക്കൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കേട്ടറ്റ് എന്ന് പറഞ്ഞത്. ഇനിയും PSC പോലുള്ള സ്റ്റെപ്പുകൾ കിടക്കുകയാണ്. പക്ഷെ ഇത് പാസ്സാകാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് വേണ്ടത്ര ഇതിനുമായിട്ടുള്ള യോഗ്യതയുമായി ബന്ധപ്പെട്ട PSC ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, എക്സാം പോലും എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുകൊണ്ട് നിങ്ങളൊരു മാർക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു റെക്ടിഫൈഡ് ആൻസർ കീയിൽ മാറ്റങ്ങൾ വന്നാൽ പോലും വലിയ ഒരു വിജയ സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുക, അവർ നേരത്തെ തന്നെ പഠനം തുടങ്ങുക. ഓക്കെ, ഇതിപ്പോ റിസൾട്ട് വൈകി അല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ വൈകി, അപ്പൊ അതുകൊണ്ട് ഇനിയും കുറെ എക്സാം വൈകും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന കരുതിയിരിക്കേണ്ട. അപ്പോ നമുക്കറിയാം ഇപ്പൊ രണ്ട് പരീക്ഷയാണ് വർഷത്തില് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മന്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇനി പഠിക്കാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ ഇത് വൈകിയത് കൊണ്ട് ചിലപ്പോൾ അതും വൈകാം എന്നുള്ള ചിന്തകളും കാര്യങ്ങളും വെച്ചിരിക്കാതെ തന്നെ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നേരത്തെ തന്നെ പഠനത്തിന്റെ ട്രാക്കിലേക്ക് നിങ്ങൾ വരിക. അത് K1 ആയാലും 2 ആയിരുന്നാലും 4 ആയാലും 3 ആയിരുന്നാലും ഏതായിരുന്നാലും നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ച് ഇപ്പൊ തന്നെ തീരുമാനിക്കുക, ഈ ഒരു പ്രാവശ്യം എക്സാം വരുമ്പോൾ എന്തായിരുന്നാലും ഞാനിത് നേടിയിരിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയവും ആത്മവിശ്വാസത്തോടു കൂടി അതുപോലെ കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്ത് പഠിക്കണം. പല കുട്ടികൾക്കും സംഭവിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ള പല കുട്ടികൾക്കും സംഭവിക്കുന്നത് ഒരു പ്ലാനിങ് ഇല്ല. കുറച്ച് സമയം കിട്ടുന്നു, കുറച്ച് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് പഠിക്കുന്നു, കുറച്ച് സമയം കിട്ടുന്നു, വേറെ ഏതെങ്കിലും ഭാഗം എടുത്ത് പഠിക്കുന്നു. ഒരു പ്ലാനിങ് ഇല്ലാത്ത പഠനമാണ്
പലപ്പോഴും ഒരു എന്താ പറയാ ഇതിന് പരാജയത്തിലേക്ക് എത്തിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഏതൊരു കാര്യം, ഒരു ചെറിയൊരു കാര്യം എടുക്കാൻ പോകുമ്പോഴും നമുക്ക് ആദ്യമായിട്ടൊരു പ്ലാനിങ് ആണ്. അതേപോലെ തന്നെ കേറ്ററ്റ് പഠിക്കുമ്പോഴും നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഏതൊക്കെ ഭാഗങ്ങൾ എനിക്ക് കവർ ചെയ്ത് തീർക്കാൻ സാധിക്കും, പഠിച്ച് തീർക്കാൻ സാധിക്കും. ഇനി നോട്ടിഫിക്കേഷൻ സംഭവങ്ങളോ വരാതെ തന്നെ നേരത്തെ എന്ത് ചെയ്യാം, പഠനം തുടങ്ങും. ഒത്തിരി പിള്ളേർ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നേരത്തെ തന്നെ അവർ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാവുമ്പോൾ മനസമാധാനത്തോടെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ച് തീർക്കാൻ സാധിക്കും. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി പഠിക്കാനുള്ള സമയവും സന്ദർഭവും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാക്കിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കി ആ സിലബസിനെ കംപ്ലീറ്റ് ചെയ്ത് PYQ ഒക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ സ്പാർക്കിൽ കേറ്ററ്റിന്റെ എല്ലാ കാറ്റഗറികളുടെയും അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ, ആ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കേറ്ററ്റ് റെക്ടിഫൈഡ് ആൻസർ കീയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക കേട്ടോ. എന്തായിരുന്നാലും ഈ പ്രാവശ്യം എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം, പ്രാർത്ഥന മാത്രം പോരാ, അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ അറിയിപ്പുകളും ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.